കേച്ചേരി ആയമുഖപ്പുഴയിൽ 4 കൊല്ലം മുൻപ് നടന്ന മുങ്ങിമരണം കൊലപാതകമെന്ന് തെളിയിച്ച് കുന്നംകുളം പോലീസ്. പ്രതി വേലുപ്പാടം സ്വദേശി സലീഷിനെ അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിനിടയാക്കിയത് സാമ്പത്തിക ഇടപാടിനെ തുടർന്നുള്ള തർക്കം. തൃശൂർ നഗരത്തിലെ അധികൃതരുടെ അനാസ്ഥയിൽ റോഡിലെ കുഴിയിൽ വീണ ദമ്പതികൾക്ക് ഗുരുതര പരിക്ക്. നെറ്റിശ്ശേരി സ്വദേശി അറക്കൽ റാഫേലിനും ഭാര്യ ഷിനിക്കുമാണ് പരിക്കേറ്റത്. നഗരത്തിൽ കൂടുതൽ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കാനൊരുങ്ങി പോലീസ്. തിരുവില്ലാമലയിൽ 8 വയസ്സുകാരി മൊബൈൽ പൊട്ടിത്തെറിച്ച് മരിച്ച സംഭവത്തിൽ ഫോൺ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കും. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് മൊബൈൽ ഫോൺ കമ്പനി. സംസ്ഥാനത്ത് റേഷൻ കടകൾ വെള്ളിയാഴ്ച വരെ അടച്ചിടും. സെർവർ തകരാർ പരിഹരിക്കാൻ കൂടുതൽ സമയം വേണ്ടിവരുന്നതിനാലാണ് റേഷൻ കടകൾ അടച്ചിടുന്നത്. വിശദാംശങ്ങളിലേക്ക്. 4 വർഷങ്ങൾക്ക് മുൻപ് കേച്ചേരി ആയമുഖപ്പുഴയിൽ യുവാവ് മുങ്ങി മരിച്ചത് കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതി കുറ്റം സമ്മതിച്ചതോടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വേലുപ്പാടം സ്വദേശി ചുള്ളിപ്പറമ്പിൽ വീട്ടിൽ സലീഷിനെയാണ് കുന്നംകുളം ക്രൈം സബ് ഇൻസ്പെക്ടർ നുഹ്മാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറഞ്ഞത്. കേച്ചേരി കൈപ്പറമ്പ് സ്വദേശി കരിപ്പോട്ടിൽ വീട്ടിൽ ഗോപിനാഥൻ നായരുടെ മകൻ 36 വയസ്സുള്ള രജീഷാണ് ആയമുഖപ്പുഴയിൽ മുങ്ങിമരിച്ചത്. 2019 നവംബർ 18 തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. രജീഷും സലീഷും സുഹൃത്തുക്കളും ചേർന്ന് ആയമുഖപ്പുഴയ്ക്കടുത്തുള്ള പറമ്പിൽ കുരുത്തോല വെട്ടുന്നതിനായാണ് രാത്രി 11 മണിയോടെ പോയത്. പിന്നീട് കരയിലേക്ക് തിരിച്ചു വന്നുവെങ്കിലും കുരുത്തോല എടുക്കാൻ മറന്നതോടെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ രജീഷിനെയും സലീഷിനെയും സംഭവസ്ഥലത്ത് നിർത്തി കുരുത്തോല എടുക്കാൻ തിരിച്ചുപോയി. ഈ സമയത്ത് രജീഷിന് അമിതമായി മദ്യം നൽകി പുഴയിലേക്ക് തട്ടിയിടുകയായിരുന്നുവെന്ന് പ്രതി കുറ്റസമ്മതം നടത്തി. പിന്നീട് കുരുത്തോലയുമായി എത്തിയപ്പോഴാണ് രജീഷ് പുഴയിൽ വീണ വിവരം സുഹൃത്തുക്കൾ അറിയുന്നത്. തുടർന്ന് പോലീസും അഗ്നിരക്ഷാസേനയും നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം പുറത്തെടുത്തത്. മരണത്തിൽ സുഹൃത്തുക്കളെ സംശയമുണ്ടെന്ന് കാണിച്ച് രജീഷിന്റെ സഹോദരൻ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ജില്ലാ പോലീസ് മേധാവിക്കും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രതിയെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തതോടെയാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. TCV ന്യൂസ്, കുന്നംകുളം. അധികൃതരുടെ അനാസ്ഥയിൽ തൃശൂർ നഗരത്തിലെ റോഡിലെ കുഴിയിൽ വീണ് സ്കൂട്ടർ യാത്രികരായ ദമ്പതികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. നെട്ടിശ്ശേരി സ്വദേശി അറക്കൽ റാഫേലിനും ഭാര്യ ഷിനിക്കുമാണ് പരിക്കേറ്റത്. തൃശൂർ അശ്വനി ജംഗ്ഷന് സമീപം കുത്തിപ്പൊളിച്ചിട്ട റോഡിലെ കുഴിയിൽ വീണാണ് ദമ്പതികൾക്ക് പരിക്കേറ്റത്. വീഴ്ചയിൽ പരിക്കേറ്റ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ റാഫേലും അധ്യാപികയായ ഷിനിയും അശ്വനി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബുധനാഴ്ച രാവിലെയാണ് സംഭവം. 10ാം ക്ലാസ്സിലെ ഉത്തരപേപ്പർ മൂല്യനിർണ്ണയത്തിനായി ഭാര്യയെ കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്ന് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അറക്കൽ റാഫേൽ പറയുന്നു. വാല്യുവേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുവിടേണ്ട ആവശ്യത്തിന് വേണ്ടി വെച്ച് വണ്ടി ആ കുഴിയിൽ സ്കിഡ് ഇത് മറിയുകയും അതിനോട് അനുബന്ധപ്പെട്ടിട്ടാണ് എനിക്ക് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ആ കുഴിയിൽ പലവരും വീണതായി പിന്നീട് ഞാൻ അറിഞ്ഞതായി ഇരുന്നു. വൈഫിൻ്റെ കൈക്ക് ഇഞ്ചേർഡ് ഉണ്ട്, അതുപോലെ കാലിന് ഇഞ്ചേർഡ് ഉണ്ട്. കൈക്ക് സ്റ്റിച്ചും പിന്നെ അതുപോലെ തന്നെ എൻ്റെ വാരിയലിനും എൻ്റെ കൈക്കും കാലിനും ഇഞ്ചേർഡ് പറ്റിയിരിക്കുന്നത്. സ്വകാര്യ സൂപ്പർ മാർക്കറ്റിലേക്കുള്ള വൈദ്യുതി ആവശ്യത്തിനായാണ് റോഡ് കുറുകെ കുത്തിപ്പൊളിച്ചിട്ടത്. അശ്വനി ജംഗ്ഷനിലെ സബ്സ്റ്റേഷനിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ നൽകിയെങ്കിലും കുത്തിപ്പൊളിച്ചിട്ട റോഡ് ബന്ധപ്പെട്ടവർ പൂർവ്വസ്ഥിതിയിലാക്കാത്തതിനാൽ ഇവിടെ വലിയ കുഴി രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ കുഴിയിൽ വീണ് ദിവസേന നിരവധി അപകടങ്ങളാണ് ഇവിടെ അരങ്ങേറുന്നത്. കഴിഞ്ഞ ദിവസം മാത്രം ഇവിടെ 3 അപകടങ്ങൾ ഉണ്ടാവുകയും പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. 2 ആഴ്ചയിലേറെയായി റോഡ് കുത്തിപ്പൊളിച്ചിട്ടും അധികൃതരുടെ അനാസ്ഥ തുടരുന്നത് മൂലം ഇവിടെ അപകടങ്ങൾ മാത്രമല്ല, ഈ വഴിയിൽ വലിയ ഗതാഗത കുരുക്കുമാണ് അനുഭവപ്പെടുന്നത്. ഇനിയും ഒരു അപകടം ഉണ്ടാകുന്നതിന് മുൻപെങ്കിലും റോഡിലെ കുഴിയടയ്ക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് പൊതുജനത്തിന്റെ ആവശ്യം. TCV ന്യൂസ്, തൃശൂർ. വ്യാപകമായ കയ്യേറ്റവും അപകടക്കണിയുമായി തൃശൂർ നഗരത്തിലെ നടപ്പാതകൾ. ജനലക്ഷങ്ങളെത്തുന്ന തൃശൂർ പൂരം അടുത്തെത്തിയിട്ടും പ്രശ്നപരിഹാരത്തിൽ ഇടപെടാതെ കോർപ്പറേഷൻ. തൃശൂർ നഗരത്തിലെത്തുന്നവർക്ക് സുരക്ഷിതമായ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുമെന്ന് ഭരണാധികാരികൾ പറയാറുണ്ടെങ്കിലും കാൽനട യാത്രികർക്ക് ഇന്നും ദുരിതമായി മാറുകയാണ് നഗരത്തിലെ നടപ്പാതകൾ. കല്ലുകൾ ഇളകിയും കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയും തകർന്ന നടപ്പാതകളും വഴിയോര കച്ചവടക്കാരുടെ കയ്യേറ്റവും മൂലം കാൽനട യാത്രികർ റോഡിലൂടെ ഇറങ്ങി നടക്കേണ്ട ഗതികേടിലാണ്. TCV ഇത് സംബന്ധിച്ച് നിരവധി തവണ വാർത്തകൾ നൽകിയെങ്കിലും
ഭരണപ്രതിപക്ഷ യൂണിയനുകളുടെ തണലിൽ നടക്കുന്ന ഇത്തരം കയ്യേറ്റങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ കോർപ്പറേഷൻ അധികൃതർ മടിക്കുകയാണ്. വഴിയോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാനായി ശക്തൻ നഗറിൽ പുതിയ മാർക്കറ്റ് സ്ഥാപിച്ച് കുറെ പേരെ അങ്ങോട്ട് മാറ്റിയെങ്കിലും രാഷ്ട്രീയ സ്വാധീനത്താൽ ഫുട്പാത്ത് കയ്യേറിയുള്ള അനധികൃത കച്ചവടം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. പൂരത്തിന് മുൻപ് ജില്ലാ കളക്ടർ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് ശാശ്വത പരിഹാരം കാണാൻ തയ്യാറാകണമെന്നാണ് പൊതുജനത്തിന്റെ ആവശ്യം. TCV തൃശൂർ. തൃശൂർ നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ നിന്നും തട്ടുകടകളിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടി. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടിയത്. പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടിയ സ്ഥാപനങ്ങളിൽ നിന്നും പിഴ ഈടാക്കി. തിരുവല്ലാമലയിൽ 8 വയസ്സുകാരി മൊബൈൽ പൊട്ടിത്തെറിച്ച് മരിച്ച സംഭവത്തിൽ ഫോൺ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കും. ബോംബെയിൽ എന്ന് വിളിക്കുന്ന കെമിക്കൽ എക്സ്പ്ലോഷൻ പ്രതിഭാസമാണ് ഫോണിലുണ്ടായതെന്ന് ഫോറൻസിക്കിന്റെ പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായി. തുടർച്ചയായ ഉപയോഗം കൊണ്ടോ ബാറ്ററിയുടെ തകരാർ കൊണ്ടോ ഫോൺ ചൂടാകുന്നതാണ് ബോംബെയിൽ എന്ന പ്രതിഭാസത്തിന് കാരണം. ബാറ്ററിയിലെ ലിഥിയം, അയൺ എന്നിവയ്ക്ക് സംഭവിക്കുന്ന രാസമാറ്റമാണ് അപകടത്തിന് കാരണം. ഫോണിന്റെ ഡിസ്പ്ലേക്കിടയിലൂടെയാണ് പൊട്ടിത്തെറി ഉണ്ടായത്. സംസ്ഥാനത്ത് ഇത്തരമൊരു അപകടം ആദ്യമായതിനാൽ അതീവ ഗൗരവത്തിലാണ് പോലീസ് അന്വേഷണം നടക്കുന്നത്. കുന്നംകുളം ACP TS സിനോജ്, പഴയന്നൂർ ഇൻസ്പെക്ടർ ബിന്ദുകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. അതേസമയം അന്വേഷണവുമായി സഹകരിക്കുമെന്ന് മൊബൈൽ കമ്പനിയായ ഷവോമി ഇന്ത്യ അധികൃതർ അറിയിച്ചു. മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് തന്റെ ഏകമകൾ നഷ്ടപ്പെട്ട അവസ്ഥ മറ്റൊരാൾക്കും ഉണ്ടാകരുതെന്ന് ആദിത്യശ്രീയുടെ പിതാവ് അശോക് കുമാർ പറഞ്ഞു. 2017 സെപ്റ്റംബർ മാസത്തിലാണ് പാലക്കാട് ചെന്നൈ മൊബൈൽസിൽ നിന്ന് തന്റെ സഹോദരൻ റെഡ്മി 5 Pro മൊബൈൽ വാങ്ങി നൽകിയത്. 2021 ഫോണിൽ ചാർജ് നിൽക്കാത്തതുമൂലം അതേ സ്ഥാപനത്തിൽ സർവീസിനായി നൽകിയിരുന്നു. 1.5 മാസത്തിന് ശേഷമാണ് ഫോൺ തിരികെ ലഭിച്ചിരുന്നത്. പിന്നീട് ഫോൺ ചൂടാവുകയോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. കൂടുതലായി മൊബൈൽ ഉപയോഗിക്കുന്ന കുട്ടിയായിരുന്നില്ല തന്റെ മകളെന്നും അശോക് കുമാർ പറഞ്ഞു. സംഭവത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണങ്ങൾ നടക്കട്ടെയെന്നും കുട്ടികൾക്ക് മൊബൈൽ നൽകുന്നതിൽ മാതാപിതാക്കൾ ജാഗ്രത പാലിക്കണമെന്നും അശോക് കുമാർ പറഞ്ഞു. അതിപ്പോൾ കുട്ടികളാണ് കൂടുതലായിട്ട് അമിതമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കമ്പനികളെ വിശ്വസിക്കുന്നു, പൈസ കൊടുക്കുന്നു, മേടിക്കുന്നു. ആ ഉൽപ്പന്നത്തിന് കേടൊന്നുണ്ടെങ്കിൽ നമുക്ക് സാങ്കേതികപരമായിട്ട് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു അവയർനെസ് എല്ലാവർക്കും കിട്ടുക. ഇനി ബാറ്ററി അങ്ങനെ ചൂടാവുന്നില്ലെങ്കിൽ ഇന്ന് മൊബൈൽ ചൂടാകുമ്പോൾ ബാറ്ററി പ്രോബ്ലമാണ്, ഇനി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്നൊക്കെ കണ്ടെത്തിയിട്ട് മറ്റുള്ളവർക്ക് ഗുണപ്രദമായ രീതികൾ കമ്പനികളും മാധ്യമങ്ങളും ഈ പറഞ്ഞ മാതിരി. സംസ്ഥാനത്ത് റേഷൻ കടകൾ വെള്ളിയാഴ്ച വരെ അടച്ചിടും. സെർവറുമായി ബന്ധപ്പെട്ട ഡാറ്റ മൈഗ്രേഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ തകരാർ പരിഹരിക്കാൻ 2 ദിവസം വേണമെന്ന് NIC അധികൃതർ ഭക്ഷ്യവിഭവ വകുപ്പ് മന്ത്രി വിളിച്ചുചേർത്ത യോഗത്തിൽ അറിയിച്ചതിനെ തുടർന്നാണ് റേഷൻ കടകൾ അടച്ചിടുന്നത്. ഈ മാസത്തെ റേഷൻ വിതരണം മെയ് 5-ാം തീയതി വരെ നീട്ടി. മെയ് മാസത്തെ റേഷൻ വിതരണം 5-ന് ശേഷം തുടങ്ങും. ഏപ്രിൽ 29, മെയ് 2, 3 ദിവസങ്ങളിൽ ഉച്ചവരെ 7 ജില്ലകളിലുള്ളവർക്കും ഉച്ചയ്ക്ക് ശേഷം മറ്റ് 7 ജില്ലകളിലുള്ളവർക്കുമായി റേഷൻ വിതരണം ക്രമീകരിക്കും. 4, 5 തീയതികളിൽ സാധാരണ രീതിയിൽ വിതരണം നടത്തും. മന്ത്രിതല യോഗത്തിൽ റേഷൻ വ്യാപാരി സംഘടനാ നേതാക്കളും പങ്കെടുത്തു. സെർവർ തകരാറിനെ തുടർന്ന് കഴിഞ്ഞ 3 ദിവസമായി സംസ്ഥാനത്ത് റേഷൻ വിതരണം തടസ്സപ്പെട്ടിരുന്നു. വടക്കാഞ്ചേരി അകമലയിൽ ബസ് നിയന്ത്രണം വിട്ട് കലുങ്കിലിടിച്ച് വെള്ളച്ചാലിലേക്ക് ഇറങ്ങി. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഒറ്റപ്പാലത്ത് നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് പോയിരുന്ന സ്വകാര്യ ബസ്സാണ് അകമല ക്ഷേത്രത്തിന് സമീപത്തെ കലുങ്കിലിടിച്ച് താഴെയുള്ള വെള്ളച്ചാലിലേക്ക് ഇറങ്ങിയത്. പരിക്കേറ്റവരെ നാട്ടുകാർ ഊട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ് മറിയാതിരുന്നതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. തൃശൂർ കാഞ്ഞാണി റോഡിൽ 2 വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ ഒരാൾക്ക് പരിക്കേറ്റു. സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് വർക്ക്ഷോപ്പിലേക്ക് ഇടിച്ചു കയറി 6 ഇരുചക്ര വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റി. തൃശൂരിൽ നിന്ന് കാഞ്ഞാണി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പടിഞ്ഞാറേക്കോട്ടയ്ക്ക് സമീപം കാറുകൾ കൂട്ടിയിടിച്ച് സ്ത്രീക്ക് പരിക്കേറ്റു. പരിക്കേറ്റ സ്ത്രീയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. തൃശൂർ നഗരത്തിൽ കൂടുതൽ സ്ഥലങ്ങളിൽ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്നു. ട്രാഫിക് പോലീസിന്റെ നേതൃത്വത്തിലാണ് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്നത്. ജനറൽ ആശുപത്രി പരിസരം, കുറുപ്പൻ റോഡ് ജംഗ്ഷൻ, മാംഗോ ജംഗ്ഷൻ, പാറമേക്കാവ് ജംഗ്ഷൻ, വടക്കേ സ്റ്റാൻഡ് എന്നിവിടങ്ങളിലാണ് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്നത്. പൂരത്തിന് മുൻപ് സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തനക്ഷമമാക്കുവാനാണ് നീക്കം. നായകനാൽ ജംഗ്ഷൻ മോഡലിലാണ് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്നത്. സ്ഥിരം വില്ലേജ് ഓഫീസർ ഇല്ലാത്തതിനാൽ വരന്തരപ്പള്ളി വില്ലേജ് ഓഫീസ് പ്രവർത്തനം താറുമാറായി. സ്ഥല സന്ദർശനവും പരിശോധനയും ആവശ്യമായ സേവനങ്ങൾക്ക് എത്തുന്നവരാണ് വലിയ ദുരിതം അനുഭവിക്കുന്നത്. ഭൂമി തരംതിരിക്കാൻ അപേക്ഷ നൽകി കാത്തിരിക്കേണ്ടി വരുന്നത് 4 മാസത്തിലേറെയായെന്ന് നാട്ടുകാർ പറയുന്നു. 1 മാസമായി വരന്തരപ്പള്ളിയിൽ വില്ലേജ് ഓഫീസർ ഇല്ലാത്ത സ്ഥിതിയാണ്.
കഴിഞ്ഞ 5 വർഷമായി ഇവിടെ എത്തുന്ന വില്ലേജ് ഓഫീസർമാർ ലീവിൽ പോവുകയോ സ്ഥലം മാറ്റം വാങ്ങിപ്പോവുകയോ ആണ് പതിവ്. വില്ലേജ് ഓഫീസറും 2 സ്പെഷ്യൽ വില്ലേജ് ഓഫീസറും 1 വില്ലേജ് അസിസ്റ്റന്റ്, 2 ഫീൽഡ് അസിസ്റ്റന്റ് എന്നിങ്ങനെ 6 തസ്തികകളുള്ള വരന്തരപ്പിള്ളിയിൽ 3 ജീവനക്കാർ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഉള്ള ജീവനക്കാർക്ക് ജോലിഭാരവും കൂടുതലാണ്. നിലവിൽ ഭൂമി തരം മാറ്റുന്നതിനുള്ള 100 അപേക്ഷകളാണ് ഇവിടെ നടപടിയാകാതിരിക്കുന്നത്. സ്കൂൾ, കോളേജ് പ്രവേശനത്തിന് വിവിധ സർട്ടിഫിക്കറ്റുകൾക്ക് ഓൺലൈനാലും നിരവധി അപേക്ഷകൾ വന്നുകിടക്കുന്നുണ്ട്. വില്ലേജ് ഓഫീസറുടെ ചുമതലയുള്ള സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ഓഫീസ് സമയത്തിന് ശേഷം വീട്ടിലിരുന്നാണ് ഓൺലൈൻ അപേക്ഷകൾ പരിശോധിക്കുന്നത്. സ്ഥിരം വില്ലേജ് ഓഫീസറെ നിയമിക്കണമെന്നും ജീവനക്കാരുടെ കുറവ് അടിയന്തരമായി പരിഹരിക്കണമെന്നും അടുത്ത വില്ലേജുകളിൽ നിന്ന് ജീവനക്കാരെ വരന്തരപ്പിള്ളിയിലേക്ക് നിയോഗിക്കണമെന്നുമാണ് ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വരന്തരപ്പിള്ളി മണ്ഡലം പ്രസിഡന്റ് വിനയൻ പണിക്കവളപ്പിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. TCV ന്യൂസ്, പുതുക്കാട്. 2 ബോഗികൾ മഴയിൽ ചോർന്നൊലിച്ച വന്ദേ ഭാരത് ട്രെയിനിനരികെ കുടചൂടി പ്രതിഷേധവുമായി കോൺഗ്രസ്. DCC പ്രസിഡന്റ് ജോസ് വെള്ളൂരിന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും വേറിട്ട പ്രതിഷേധ പരിപാടി അരങ്ങേറിയത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വൈകിട്ട് 6:15-നെത്തിയ വന്ദേ ഭാരത് ട്രെയിനിനരികിൽ കുടചൂടി മുദ്രാവാക്യം വിളിച്ചായിരുന്നു പ്രതീകാത്മക പ്രതിഷേധം. ശവപ്പെട്ടി കുംഭകോണം നടത്തിയ BJP വന്ദേ ഭാരതിൽ നടത്തിയ അഴിമതിയാണ് നിർമ്മാണ തകരാർ മൂലം ട്രെയിനിന്റെ 2 ബോഗികൾ ഉദ്ഘാടന പിറ്റേന്ന് തന്നെ ചോർന്നൊലിക്കാൻ ഇടയാക്കിയതെന്ന് ജോസ് വെള്ളൂർ ആരോപിച്ചു. DCC വൈസ് പ്രസിഡന്റ് IP പോൾ, ജെയ്ജു സെബാസ്റ്റ്യൻ, KH ഉസ്മാൻ ഖാൻ, CA സെബാസ്റ്റ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലക്കുടി പരിയാരത്ത് കനത്ത മഴയിൽ പരക്കെ നാശം. പലയിടത്തും മരങ്ങൾ വീണു, ഗതാഗതം തടസ്സപ്പെട്ടു. മണിക്കൂറുകളോളം വൈദ്യുതി ബന്ധം താറുമാറായി. കുറ്റിക്കാട് മേലേപ്പുറം ജോസിന്റെ വീട് മരം വീണ് ഭാഗികമായി തകർന്നു. കൊന്നക്കുഴി എരുവീട്ടിൽ സത്യന്റെ വീടിന് മുകളിൽ തെങ്ങ് വീണു. കൊന്നക്കുഴി ക്ഷേത്ര പരിസരത്ത് റോഡിലേക്ക് മരം വീണു. മേലൂർ പൂലാനി റോഡിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ബില്ലടം ഗ്രൗണ്ടിന് സമീപത്ത് നിന്ന് 6 കിലോ കഞ്ചാവുമായി 2 പേരെ വിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മാറ്റാപ്പുറം സ്വദേശി ജെഫിൻ, പൊങ്ങണങ്കാട് സ്വദേശി അനീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ചെന്നൈയിൽ നിന്നാണ് പ്രതികൾ കഞ്ചാവ് എത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഇരുവരും നേരത്തെ കഞ്ചാവ് കേസുകളിൽ പ്രതികളായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. വിയൂർ SHO KC ബൈജു, SI എബ്രഹാം വർഗീസ്, ASI പ്രദീപ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഇനി പൂരവിശേഷങ്ങളാണ്. പൂരം വരവായി. ഒരു പൂരം കൂടി വരവറിയിക്കുമ്പോൾ മേള പെരുമഴയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് പൂരനഗരി. ഇത്തവണ കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രാമാണിത്വത്തിലാണ് ഇലഞ്ഞിത്തറയിൽ പാണ്ടിയുടെ രൗദ്രതാളം കൊട്ടിക്കയറുക. പാറമേക്കാവ് ഭഗവതിയുടെ പ്രതിഷ്ഠ ആദ്യം ഉണ്ടായിരുന്ന ഇടം എന്ന പൂർവ്വകാല സ്മരണ നിലനിർത്താൻ കൂടിയാണ് ഇത്. ചെണ്ടപ്പുറത്തെ കാലങ്ങളുടെ കോലുമാറ്റത്തിനായി അക്ഷമയോടെയാണ് ഓരോ മേളപ്രേമിയും കാത്തിരിക്കുന്നത്. തിരുവമ്പാടി ഭഗവതി മഠത്തിൽ നിന്ന് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുമ്പോൾ അകമ്പടിയാകുന്നത് പഞ്ചവാദ്യമാണ്. പഞ്ചവാദ്യം പൂർണ്ണതയിൽ ചിട്ടപ്പെടുത്തിയ മഠത്തിലേക്കുള്ള വഴി പഞ്ചവാദ്യ പെരുമഴയിൽ അലിയും. വാദ്യങ്ങളുടെ സംഗമ വഴിയിൽ പുരുഷാരം ആർത്തിരമ്പും. കോങ്ങാട് മധു എന്ന പ്രാമാണികനൊപ്പം ഇടംബലം നിരക്കുന്നവർ നാദധാര പൊഴിക്കും. ഈ വാദ്യവിസ്മയങ്ങളുടെ ലഹരി നുകരാൻ ദേശഭാഷ വ്യത്യാസമില്ലാതെ ജനം പൂരനഗരിയിലേക്ക് ഒഴുകിയെത്തും. ഫെസ്റ്റിവൽ ഡെസ്ക്, TCV. പൂരവിശേഷത്തിൽ ഇനി തൃശൂരിന്റെ വെടിക്കെട്ട് പെരുമ. ഇപ്പോഴുള്ളത് അയ്യന്തോൾ കരേരക്കാട്ടിൽ ഫ്രാൻസിസിന്റെ വീട്ടിൽ. തൃശ്ശൂർ പൂരം ഉൾപ്പെടെ നിരവധി വെടിക്കെട്ടുകൾ നടത്തിയ വെടിക്കെട്ട് പ്രമാണി കരേരക്കാട്ടിൽ ജോസിന്റെ അനിയനാണ് ഫ്രാൻസിസ്. അന്ന് നടത്തിയിരുന്ന ആ വെടിക്കെട്ടിന്റെ ശേഷിപ്പുകളിൽ ചിലത് ഇപ്പോഴും അയ്യന്തോളിലെ ഫ്രാൻസിസിന്റെ വീട്ടിലുണ്ട്. ആ വെടിക്കെട്ട് കാലത്തിന്റെ ഗാംഭീര്യത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ നമ്മളോട് പറയും. 16 വരയ്ക്ക് പൊട്ടിച്ചിരുന്ന മുട്ടുകൾ, ഡൈനാമുട്ടുകൾ ഇത്ര ഗാംഭീര്യത്തോടു കൂടി ഇപ്പോൾ പൊട്ടിക്കുന്നില്ല. അന്ന് പൂരപ്പറമ്പിൽ പൊട്ടിയിരുന്ന അമുട്ടിൻ്റെ സൗണ്ട് എളനാട്, കൊടുങ്ങല്ലൂർ, കയ്പമംഗലം ആ ഭാഗത്ത് വരെ കേട്ടിരുന്ന കാലമുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി കുറച്ച് ഇപ്പോൾ സൗണ്ട് കുറവാണ്. അതുപോലെ തന്നെ അമുട്ടുകളും വിദ്യാർത്ഥി കോർണറിൽ ഒരു അമുട്ട് പൊട്ടി കഴിഞ്ഞാൽ ശ്രീമൂലസ്ഥാനത്ത് വരെ ഗുളി എത്തണം എന്നാണ് അതിൻ്റെ നിയമം അന്ന്. ഇന്നിപ്പോൾ അതില്ല. അത്രയേറെ വലിയ ഗാംഭീര്യമുള്ള വെടിക്കെട്ടുള്ള ഒരു കാലമുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ പ്രേക്ഷകർക്കായി ഓമനപ്പേര്, ഈ ഡൈനാമിറ്റിനെ ഓമനപ്പേര് അറിയപ്പെട്ടിരുന്നത് ഗർഭം കലക്കി എന്നായിരുന്നു. ഇതുപോലെയുള്ള ഡൈനാമിറ്റുകളുടെ മുത്തച്ഛൻ എന്ന് പറയും. ഇതുപോലുള്ള പൊട്ടിക്കഴിഞ്ഞാൽ ആണ് അദ്ദേഹം പറഞ്ഞത് തൃശ്ശൂരിൽ പൊട്ടിയാൽ ചേലക്കരയും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ വരെ കേൾക്കുമെന്നുള്ളത്. എന്തായാലും ആ വെടിക്കെട്ടിൻ്റെ ഒരു കാലം ഒരു രാജകീയ കാലമായിരുന്നു.
TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. പൂരപ്രേമികളുടെ മനസ്സിൽ ആവേശത്തിരയിളക്കം സൃഷ്ടിക്കാൻ മയിൽപ്പീലി കണ്ണുകളാൽ സമ്പന്നമായ ആലവട്ടവും വെൺപ്രഭ ചൊരിയുന്ന ചാമരങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ നേതൃത്വത്തിലുള്ള ആലവട്ട ചാമരങ്ങൾ അവസാനവട്ട മിനുക്കുപണിയിലാണ്. ഞാനിപ്പോൾ ഉള്ളത് തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടി ആലവട്ട ചാമരങ്ങൾ ഒരുക്കുന്ന കടവത്ത് സുജിത്തിന്റെ വസതിയിലാണ്. വർഷങ്ങളായി കടവത്ത് ചന്ദ്രനാണ് തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടി ആലവട്ട ചാമരങ്ങൾ ഒരുക്കിയിരുന്നത്. അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം കഴിഞ്ഞ 2 വർഷങ്ങളായി അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള കടവത്ത് സുജിത്താണ് ആലവട്ട ചാമരങ്ങൾ തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടി ഒരുക്കുന്നത്. എല്ലാ ആനകൾക്കും ഉള്ളത് സ്പെഷ്യലായിട്ടുള്ള രീതിയിലാണ് ഞാൻ പണിതിട്ടുള്ളത്. നടുക്കിൽ നിൽക്കുന്ന ആനയ്ക്ക് ഒരു വ്യത്യസ്തമായ മോഡലും അതിൽ തന്നെ പീലിത്തണ്ട് കൊണ്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള പൂക്കൾ ഉപയോഗിച്ചുകൊണ്ടുമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇടത്തും വലത്തും നിൽക്കുന്ന 2 ആനകൾക്ക് വ്യത്യസ്തമായ വേറൊരു മോഡലിലും ബാക്കിയുള്ള ആനകൾക്ക് 12 ആനകൾക്ക് ഒരേ മോഡലുള്ള ഒരു വ്യത്യസ്തമാർന്ന ഒരു ഡിസൈനിലുമാണ് ഈ വർഷത്തെ പണിതേണ്ടത്. പീലി എപ്രാവശ്യത്തെക്കാട്ടും വിലയിൽ ഒരുപാട് വ്യത്യാസം വന്നു. ആലവട്ടം എന്ന് പറയുന്നത് മയിൽപ്പീലി തണ്ടാണ്. മയിൽപ്പീലിയുടെ കൊണ്ടുള്ള എല്ലാ ഭാഗങ്ങളും ഇതിൽ ഉപയോഗിക്കാം. 30-40 കിലോയോളം പീലി പൂരത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം വന്നിട്ടുണ്ട്. തൃശ്ശൂർ പൂരത്തിന് പ്രത്യേകിച്ച് 4 ദിവസം പോരായി വരും. ഒരു ജോഡി കഴിയണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 8 ദിവസമെങ്കിലും വേണ്ടി വരും ഒരു ജോഡി കഴിയണമെങ്കിൽ. മെയിൻ ആനകളുടെ 10-12 ദിവസം വരും അത് പണി കഴിയണമെങ്കിൽ. അത് ഡിസൈൻ വെച്ച് നോക്കി അത് എങ്ങനെയാണ് യോജിച്ചത്, അതിന് ഏത് പൂവാണ് അതിൽ യോജിക്കുക എന്നുള്ളതെല്ലാം നമ്മൾ വെച്ച് നോക്കിയതിന് ശേഷം മാത്രമേ തുന്നി പിടിപ്പിക്കുള്ളൂ. തൃശ്ശൂർ പൂരത്തിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള വെഞ്ചാമരങ്ങൾ തൃശ്ശൂർ പൂരത്തിന് മാത്രമേ കാണുള്ളൂ. സാധാരണ ഒറ്റ വാലാണ് എല്ലാ ക്ഷേത്രങ്ങളിലും. തൃശ്ശൂർ പൂരത്തിന് 4 വാല് കൂടിയിട്ടാണ് ഒരു ജോഡി നമ്മൾ അത് പണിത് ഇറക്കുക. അത് ആ കനം ലോകത്ത് എവിടെയും കിട്ടില്ല. ഈ ആക്കിൻ്റെ വാല് വരുന്ന സമയമുണ്ട്. ആ സമയത്ത് ആണ് നമ്മളിത് വരുത്തി വെട്ടി അതിനെ 3-4 ഭാഗങ്ങളാക്കണം. വലിയ വാല്, ചെറിയ വാല്, അത് ഒലർത്തി പിന്നെ അത് മെടയണം. മെടച്ചിലിനുണ്ട് ഒരു പ്രത്യേകത. പൂര സമയമാകും തോറുമാണ് അത് വെഞ്ചാമരത്തിൻ്റെ കതിര് എന്ന് പറയുന്ന പിടിമ നമ്മൾ ചിറ്റി കയറ്റുള്ളൂ. പാറമേക്കാവിന് വേണ്ടി ഇത്തവണയും ആലവട്ട ചാമരങ്ങൾ ഒരുക്കുന്നത് ചാത്തനാത്ത മുരളീധരൻ മാഷാണ്. എല്ലാ കൊല്ലവും പുതുമ നിറഞ്ഞ ആലവട്ടങ്ങളാണ് അദ്ദേഹത്തിന്റെ കരവിരുതിൽ പിറവിയെടുക്കാറുള്ളത്. എഴുന്നള്ളിക്കുന്ന ആനയുടെ ആലവട്ടത്തിന് നമ്മൾ സ്വർണ്ണ നിറത്തിലാണ്, അതായത് ചൂരൽപ്പൊളിയാണ് എഴുന്നള്ളിക്കുന്ന ആനയുടെ ആലവട്ടത്തിൻ്റെ പ്രത്യേകത. ഈ എഴുന്നള്ളിക്കുന്ന ആനയുടെ കൂട്ടാനിക്ക് വരുന്ന ആലവട്ടത്തിനും ഈ വെള്ളിയിൽ തീർത്ത നാഗവടാണ്. സാധാരണ നമ്മൾ ഈ കഴിഞ്ഞ 55 കൊല്ലവും ഇവിടെ അടിപ്പൂവ് മയിൽപ്പീലി തണ്ട് കൊണ്ടാണ് ഉണ്ടാക്കാറുള്ളത്. അതിന് പകരം ഇത് നമ്മൾ ചൂരൽപ്പൊളിയുടെ ഒരു ഫ്രെയിം ചുറ്റും വെച്ച ചൂരൽപ്പൊളി വയ്ക്കുകയാണ് ഉണ്ടായത്. 30 കിലോ മയിൽപ്പീലിയാണ് പൂരത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി വരുന്നത്. അപ്പോൾ മയിൽപ്പീലി നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അതിനെ തരംതിരിക്കുകയാണ് നീളത്തിൻ്റെ ക്രമത്തിനനുസരിച്ചുകൊണ്ട്. പിന്നീട് ആ മയിൽപ്പീലിയെ നമ്മൾ മുറിച്ച് നാരുള്ള ഭാഗവും അതിൻ്റെ പീലി തണ്ടുള്ള ഭാഗവും വേറെയാക്കി മാറ്റുന്നു. അതിനുശേഷം മുറിച്ചെടുത്ത കണ്ണുള്ള ഭാഗത്തെ നമ്മൾ തോത് വെച്ച് മുറിച്ചിട്ട് അത് പനയോലയുടെ ഈർക്കരിയിൽ തുളച്ച് കോർത്തതിന് ശേഷം ഒരു പ്രത്യേക രീതിയിൽ ഇതിനെ മെടയും. ഒരു പുറം ആലവട്ടത്തിന് ഏകദേശം ഒരു 150-ലധികം കണ്ണ് വേണം. ഇത് മരപ്പിടിയാണ് പതിവ്. പക്ഷേ പാറമേക്കാവിന് ഇത് സ്റ്റീലിൽ പണി തീർത്ത പിടിയാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ മൊട്ടാണ്. സാധാരണ ഇത് മരത്തിൽ തീർത്ത മൊട്ടാണ് ഉപയോഗിക്കാറ്. അതേപോലെ തന്നെ കോലം വയ്ക്കുന്ന ആനയുടെ ആണെങ്കിലും സ്വർണ്ണപ്പിടിയും സ്വർണ്ണമുട്ടുമാണ്. വെഞ്ചാമരത്തിൽ ഞാൻ പറഞ്ഞു, അതായത് ഏകദേശം 90 കിലോ ചാമരാണ് വേണ്ടി വരിക. കാരണം 2 കിലോ വെഞ്ചാമരം ഉപയോഗിച്ച് നമ്മൾ സാധാരണ പൂരത്തിൽ നമ്മൾ മെടഞ്ഞ് ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ ഇത് 6 കിലോ പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിനുള്ള ആലവട്ട ചാമരങ്ങൾ പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും അണിയറയിൽ സജ്ജം. ഇനി കാത്തിരിപ്പാണ് നാദതാള വിസ്മയമാർന്ന തൃശൂർ പൂരത്തിനായി. ക്യാമറമാൻ ബിജു ആമക്കോടിനൊപ്പം ലിറ്റി ജെയ്സൺ, TCV ന്യൂസ്.
തൃശൂർ പൂരത്തിന് തിരുവമ്പാടി ക്ഷേത്രം എഴുന്നള്ളിക്കുന്ന കോലത്തിലെ കണ്ണന്റെ ഗോളകയിൽ ചേർത്താൻ 3/4 കിലോഗ്രാം തൂക്കത്തിലുള്ള കല്ലുകൾ പതിച്ച സ്വർണ്ണാഭരണം. തിരുവമ്പാടി ക്ഷേത്രത്തിലെ നടവരവ് സ്വർണമാണ് ഇതിന്റെ നിർമ്മാണത്തിനായി വിനിയോഗിച്ചത്. പൂരം കാണുവാനെത്തുന്ന സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിനും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുമായി സ്വരാജ് റൌണ്ടിന് സമീപങ്ങളിൽ പിങ്ക് സുരക്ഷിത കേന്ദ്രങ്ങൾ സജ്ജമായി വരുന്നതായി സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ അറിയിച്ചു. സ്വരാജ് റൌണ്ടിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പൊതു സ്വകാര്യ സ്ഥാപനങ്ങളോ സ്കൂളുകളോ കോളേജുകളോ ആണ് ഇത്തരത്തിൽ താൽക്കാലിക കേന്ദ്രങ്ങളായി മാറുക. ഇവിടെ മുഴുവൻ സമയവും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനവും ഉണ്ടായിരിക്കും. വനിതാ സെൽ ഇൻസ്പെക്ടർ PV സിന്ധുവിനാണ് ചുമതല. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് നഗരത്തിലെ ഹോട്ടലുകളിലും ബേക്കറികളിലും സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ പ്രത്യേക സ്ക്വാഡുകൾ പരിശോധന ആരംഭിച്ചു. അമിതവില ഈടാക്കുന്നത് തടയുന്നതിനും ഗുണമേന്മയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉറപ്പുവരുത്തുവാനുമാണ് പരിശോധന. ജില്ലയിലെ 7 താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ റേഷനിംഗ് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെയുള്ളവർ പരിശോധന നടത്തും. വിലവിവര പട്ടിക പ്രദർശിപ്പിക്കാതിരിക്കുക, അമിതവില ഈടാക്കുക തുടങ്ങിയ പരാതികൾ തൃശൂർ താലൂക്ക് സപ്ലൈ ഓഫീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് അറിയിക്കാം. മോഷണക്കേസിൽ സഹോദരങ്ങളെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കാറളം വെള്ളാനി സ്വദേശി വെള്ളുള്ളിപ്പറമ്പിൽ വിപിൻ രാജ്, സഹോദരൻ ജിതിൻ രാജ് എന്നിവരെയാണ് കാട്ടൂർ SI മണികണ്ഠനും സംഘവും അറസ്റ്റ് ചെയ്തത്. കിഴുത്താണി മനപ്പടിയിൽ നിന്ന് 20,000 രൂപ വില വരുന്ന ജാതിക്കുരു, ജാതിപത്രി, ജാതി ഫ്ലവർ എന്നിവ മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. മാരകായുധങ്ങൾ എപ്പോഴും കൊണ്ടുനടക്കുന്ന പ്രതികളെ സാഹസികമായാണ് പോലീസ് സംഘം പിടികൂടിയത്. സീനിയർ CPO അജിത് കുമാർ, CPOമാരായ അഭിലാഷ് ശ്യാം, ധനേഷ്, ബിനൻ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. നികുതി ഭീകരത ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച് കോട്ടിട്ട മോദിയും മുണ്ടുടുത്ത മോദിയും ജനങ്ങളെ പിഴിഞ്ഞെടുക്കുകയാണെന്ന് ഷാഫി പറമ്പിൽ MLA പറഞ്ഞു. സർക്കാരിന്റെ നികുതി കൊള്ളയ്ക്കെതിരെ UDF ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷന് മുൻപിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. മുഖ്യന്റെ വസതിയിൽ ലിഫ്റ്റ് പിടിപ്പിക്കുവാനും തൊഴുത്തുപണിയുവാനും ലക്ഷങ്ങൾ ധൂർത്തടിച്ചപ്പോൾ ഒന്നും സർക്കാരിന്റെ ധനകാര്യസ്ഥിതി ഓർത്തില്ല. ഗവർണറുമായുള്ള പൊറാട്ട് നാടകത്തിന്റെ പേരിൽ നിയമോപദേശം തേടാൻ 35 ലക്ഷം രൂപ ചെലവഴിച്ചത് എന്തിനായിരുന്നുവെന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു. UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ രവി താണിക്കൽ, KR ഗിരിജൻ, IP പോൾ, ജോസഫ് ടാജർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനമന്ത്രിക്കെതിരെ പരാതിയുമായി തിരുവില്ലാമല സ്വദേശി രംഗത്ത്. ഗതാഗത നിയമം തെറ്റിച്ച് യാത്ര നടത്തിയെന്നാരോപിച്ചാണ് പരാതി. റോഡിൽ കാറിന്റെ തുറന്ന ഡോറിൽ തൂങ്ങിപ്പിടിച്ച് യാത്ര നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. തിരുവില്ലാമല സ്വദേശിയായ ജയകൃഷ്ണനാണ് പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. മോട്ടോർ വാഹന വകുപ്പിനും DGPക്കുമാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുള്ളത്. അതായത് ഒരു 2 ദിവസം മുന്നേ 24th ഇവിടെ കൊച്ചിയിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു റോഡ് ഷോ ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൻ്റെ ഡോറ് തുറന്ന് അതിൻ്റെ സ്റ്റെപ്പിൽ കയറി നിന്നിട്ടാണ് അഭിവാദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് എസ്പെഷ്യലി കേരളത്തിൽ നമ്മുടെ ഗതാഗത നിയമങ്ങളൊക്കെ കൂടുതൽ സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. AI ക്യാമറ വെച്ചു, അതുപോലെ ബൈക്കിൽ 2-ൽ കൂടുതൽ ആളുകൾക്ക് സഞ്ചരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുള്ള നിയമം കർശനമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിയമം പാലിക്കപ്പെടേണ്ടവർ തന്നെ, അല്ലെങ്കിൽ മറ്റ് പബ്ലിക്കിന് മാതൃകയാവേണ്ടവർ തന്നെ ഇത്തരത്തിൽ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കണമെന്ന് തോന്നി. അതിൻ്റെ ബേസിലാണ് പെരിഞ്ഞനം മാറാട്ടുകടവ് ബീച്ചിൽ കടലിൽ വീണ 15 വയസ്സുകാരൻ മരിച്ചു. നാട്ടിക ബീച്ച് സ്വദേശി കറപ്പംവെട്ടിൽ മുഹമ്മദ് റഫീഖിന്റെയും ഹാജറയുടെയും മകൻ യാസിലാണ് മരിച്ചത്. ഓട്ടിസം ബാധിച്ച കുട്ടിയാണ് യാസിൽ. ബുധനാഴ്ച വൈകിട്ട് 6:30യോടെയായിരുന്നു സംഭവം. ഉമ്മയോടൊപ്പമാണ് യാസിൽ കടപ്പുറത്തെത്തിയത്. 7 മണിയോടെ കുട്ടിയെ ബോധരഹിതനായ നിലയിൽ കടപ്പുറത്ത് കിടക്കുന്നത് കണ്ട് നാട്ടുകാർ നോക്കിയപ്പോഴാണ് കടലിലേക്ക് ഇറങ്ങിപ്പോകുന്ന നിലയിൽ ഉമ്മയെയും കണ്ടത്. ഉടൻ തന്നെ രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും കുട്ടി മരിച്ചിരുന്നു. ഹാജറയെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ വടക്കേ ബസ് സ്റ്റാൻഡിൽ കോർപ്പറേഷൻ നിർമ്മിച്ച മേൽപ്പാത സമർപ്പണം വ്യാഴാഴ്ച വൈകിട്ട് റവന്യൂ മന്ത്രി K. രാജൻ നിർവഹിക്കും. 2.5 മീറ്റർ വീതിയിലും 32 മീറ്റർ നീളത്തിലുമാണ് ജനങ്ങളുടെ സുരക്ഷയ്ക്കായി അത്യാധുനിക രീതിയിലുള്ള മേൽനടപ്പാത അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചത്. 1,12 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. കേന്ദ്ര ഹഡ്കോയുടെ നഗരഗതാഗത വികസനത്തിലെ അവാർഡ് ഹഡ്കോയെ തെറ്റിദ്ധരിപ്പിച്ച് തട്ടിയെടുത്തതാകാനാണ് സാധ്യതയെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലാൻ കുറ്റപ്പെടുത്തി. 5 വർഷക്കാലമായി ആകാശപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് ഇനിയും പണികൾ ഏറെ ബാക്കി നിൽക്കുന്നു. ജനങ്ങൾക്ക് ഇതുവരെ ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല. ആകാശപാത ഇപ്പോഴും ഫ്രെയിമിൽ അങ്ങനെയാണ്. അങ്ങനെ നിൽക്കുന്ന ആകാശപാതയ്ക്ക് എങ്ങനെ അവാർഡ് നൽകിയെന്ന് അധികൃതർ വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലാൻ ആവശ്യപ്പെട്ടു.
സംസ്ഥാനത്ത് 10 ദിവസമായി തുടർന്നു വന്നിരുന്ന ക്വാറി സമരം പിൻവലിച്ചു. വ്യവസായ മന്ത്രി ക്വാറി ഉടമകളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയതായി ക്വാറി ഉടമകൾ പറഞ്ഞു. വെള്ളറക്കാട് കൊല്ലൻപിടിയിൽ ചെണ്ട നിർമ്മാണം നടത്തുന്ന പണിപ്പുര തീവെച്ച് നശിപ്പിച്ചു. പൂവാമ്പറമ്പിൽ കുമാരന്റെ വീടിനോട് ചേർന്നുള്ള പണിപ്പുരയാണ് കത്തി നശിച്ചത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് സംഭവം. കുമാരന്റെ മക്കളായ പ്രസാദ്, പ്രമോദ്, പ്രദീപ് എന്നിവർ ചെണ്ടയുടെ നിർമ്മാണം നടത്തുന്നത് ഇവിടെ വെച്ചാണ്. പുരയിൽ സൂക്ഷിച്ചിരുന്ന നിർമ്മാണ സാമഗ്രികൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. പ്രതികളുടെ ചിത്രം CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് കുമാരന്റെ മക്കൾ പറഞ്ഞു. എരുമപ്പെട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചലച്ചിത്ര നടൻ മാമുക്കോയെ അന്തരിച്ചു. അരങ്ങൊഴിഞ്ഞത് 4 പതിറ്റാണ്ട് മലയാളക്കരയെ ചിരിപ്പിച്ച പ്രതിഭ. ഖബറടക്കം വ്യാഴാഴ്ച കണ്ണമ്പറമ്പ് ഖബർസ്ഥാനിൽ. കേച്ചേരി ആയമുഖപ്പുഴയിൽ 4 കൊല്ലം മുൻപ് നടന്ന മുങ്ങിമരണം കൊലപാതകമെന്ന് തെളിയിച്ച് കുന്നംകുളം പോലീസ്. പ്രതി വേലുപ്പാടം സ്വദേശി സലീഷിനെ അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിനിടയാക്കിയത് സാമ്പത്തിക ഇടപാടിനെ തുടർന്നുള്ള തർക്കം. തൃശൂർ നഗരത്തിലെ അധികൃതരുടെ അനാസ്ഥയിൽ റോഡിലെ കുഴിയിൽ വീണ ദമ്പതികൾക്ക് ഗുരുതര പരിക്ക്. നെറ്റിശ്ശേരി സ്വദേശി അറക്കൽ റാഫേലിനും ഭാര്യ ഷിനിക്കുമാണ് പരിക്കേറ്റത്. നഗരത്തിൽ കൂടുതൽ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കാനൊരുങ്ങി പോലീസ്. തിരുവില്ലാമലയിൽ 8 വയസ്സുകാരി മൊബൈൽ പൊട്ടിത്തെറിച്ച് മരിച്ച സംഭവത്തിൽ ഫോൺ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കും. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് മൊബൈൽ ഫോൺ കമ്പനി. സംസ്ഥാനത്ത് റേഷൻ കടകൾ വെള്ളിയാഴ്ച വരെ അടച്ചിടും. സെർവർ തകരാർ പരിഹരിക്കാൻ കൂടുതൽ സമയം വേണ്ടിവരുന്നതിനാലാണ് റേഷൻ കടകൾ അടച്ചിടുന്നത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.